ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്മി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോളേജ് മേക്കപ്പ് ലുക്കാണ്. ഡെഫിനറ്റ്ലി ഈ ലുക്ക് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഇടാം, അത്ര സിമ്പിളാണ്. പക്ഷേ കോളേജ് ഗോയിങ് ഗേൾസിന് പറ്റിയ മേക്കപ്പ് ലുക്കാണിത്. കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ലുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ പ്രപ്പ് ചെയ്യണം. നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള സ്കിൻ വേണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. എന്ത് മേക്കപ്പ് ഇടുണ്ടെങ്കിലും, ഇനി മേക്കപ്പ് ഇട്ടില്ലെങ്കിലും നമ്മളൊരു മോയ്സ്ചറൈസർ ഉണ്ട്, അത്യാവശ്യമാണ്. നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുക. ഞാൻ എപ്പോഴും പ്ലമ്മിൻ്റെ ഈ മാറ്റിഫൈങ് മോയ്സ്ചറൈസറാണ് മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇടുന്നത്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് സൂട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ കാലമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ വൺസ് നമ്മൾ മോയ്സ്ചറൈസർ നന്നായിട്ട് മസാജ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു സൺസ്ക്രീൻ ഇടുക. സൺസ്ക്രീനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീൻ ഇടേണ്ടത് അത്യാവശ്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ കോളേജിലേക്കും ഓഫീസിലേക്കും പുറത്തേക്ക് പോകുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ ഇടണം. അതും അത്യാവശ്യം ഞാനിപ്പോൾ എടുത്തില്ലേ അത്രയെങ്കിലും എമൗണ്ട് എടുക്കണം കേട്ടോ. കുറച്ച് നല്ല എമൗണ്ട് എടുത്തിട്ട് പതുക്കെ മുഖത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട പോലെ നല്ലോണം തേച്ച് പിടിപ്പിക്കേണ്ട, എന്ന ഒരു ലെയർ പോലെയായിട്ട് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നമുക്കൊരു കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ഒരു ലൂസ് പൗഡറോ ഇടാവുന്നതാണ്. നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന ഏത് കോമ്പാക്ട് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഭരത് ആൻഡ് ഡോറിസിൻ്റെ ലൂസ് പൗഡറാണ് എടുക്കുന്നത്. ഈ ലൂസ് പൗഡർ ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചത്. എനിക്ക് നോക്കുമ്പോൾ ഓൺലൈൻ കാണാനില്ല. നൈക്കയിൽ ഇടയ്ക്കിടയ്ക്ക് വരും ഇത്. ഇനി ഞാൻ പറ്റിച്ച ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി അതിൻ്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിന് പകരം പറ്റിയ പ്രോഡക്റ്റ്സ് വേറെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പൗഡർ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ സ്പഞ്ച് കൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഡാബ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പൗഡർ തട്ടിക്കളയാണെങ്കിൽ നമുക്ക് നല്ലൊരു കവറേജ് കിട്ടും. ഇതിൽ നിന്ന് നല്ലൊരു ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും ഈ യെല്ലോ കളറിലെ പൗഡർ ആണെങ്കിൽ. ഞാൻ മറന്നുപോയി, ആദ്യം തന്നെ ഒരു ലിപ് ബാം ഇടേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷെ ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. എന്നിട്ട് ഞാൻ എക്സ്ട്രാ ലിപ് ബാം തുടച്ചു കളയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ ലിപ് ബാം ഇടുക. എന്നിട്ട് ലിപ് ബാം ഇട്ടിട്ട് ജസ്റ്റ് എക്സ്ട്രാ ഉള്ളത് തുടച്ചു കളഞ്ഞാൽ മതി. ഇനി ഞാൻ ലാക്മേ 925 റോസ് ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികം നേരം ലാസ്റ്റ് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 മണിക്കൂർ ടു 5 മണിക്കൂറേ ലാസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇത് നല്ല ഷെയ്ഡാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. വേറെ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ ഡെയിലി ഇത്രയും നേരം ഇട്ട് നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺകംഫർട്ടബിളാവും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസ് ടച്ച് എന്ന് പറഞ്ഞ ഷെയ്ഡ് ബ്ലഷായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ റേഞ്ച് എന്ന് പറയുന്നത് അവർ ബ്ലഷായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലത്തെ ഫോർമുലയാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രസമായിട്ട് ഇത് ബ്ലഷ് പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാനും പറ്റും. എന്നാൽ ബ്ലഷ് ഇട്ടിട്ടെന്ന് തോന്നൂല. അത് ഈ ഷെയ്ഡിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ ആ ഫോർമുലയും വളരെ നല്ലതാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വളരെ ഈസിലി മേടിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഇങ്ങനത്തെ ഈ ലിപ്സ്റ്റിക് തന്നെ എടുക്കാൻ കാരണം. നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാമല്ലോ. ജസ്റ്റ് അവസാനം ഞാൻ ഒരു തരി പൗഡർ മാത്രം എടുത്തിട്ട് ആ ബ്ലഷിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ബ്ലഷ് ഒരുപാടുണ്ടെന്ന് അറിയാണ്ടിരിക്കാനും പിന്നെ ഒന്ന് സെറ്റ് ആവാനും. അതിനുശേഷം സെയിം ലിപ്സ്റ്റിക് തന്നെ എടുത്തിട്ട് ഞാൻ ഐ ഷാഡോ ആയിട്ട് കണ്ണിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഷെയ്ഡ് ഐ ഷാഡോ ആയിട്ട് ഉപയോഗിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഷെയ്ഡുമാണ്. എന്നിട്ട് ജസ്റ്റ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഔട്ടർ പോർഷനിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെയാണ് നമ്മൾ ചെറിയൊരു വ്യത്യാസം ചെയ്യുന്നത്. ഞാനിവിടെ ബ്ലാക്ക് കാജലല്ല ഉപയോഗിക്കുന്നത്, പകരം ഒരു ഡാർക്ക് ഗ്രീൻ കാജലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ബെല്ല വോസ്റ്റേൻ്റെ കാജലാണ്. ഇത് ഓൺലൈൻ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ലാക്മേയുടെ കാജലുണ്ട്, സെയിം കളറിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ലാക്മേക്കാണെങ്കിലും മറ്റ് പല കാജൽസിൽ ഈ ബ്ലൂ ഗ്രീൻ ഒക്കെ ഷെയ്ഡിൽ ഇറങ്ങുന്നുണ്ട്. ഈ ഗ്രീൻ ഷെയ്ഡ് നല്ലതാണ് കേട്ടോ. നമ്മുടെ കണ്ണ് നല്ല രസം തോന്നും ഇതിട്ട് കഴിഞ്ഞാൽ. ഞാൻ ആദ്യം വിചാരിച്ചു ബ്ലൂ മാത്രമേ ഇത്ര ഭംഗി ഉണ്ടാവുള്ളൂ കണ്ണിൽ എഴുതിയാന്നുള്ളതാണ്. പക്ഷെ ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊട്ടും ഇങ്ങനെ അയ്യോ എന്തോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നൂല, എന്നാൽ നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. ഞാൻ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം കണ്ണിൻ്റെ മീതെ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ, ഒരു തിക്ക് ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം, അത് നീറ്റാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് അതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ മുകളിലത്തെ ഭാഗം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, കുറച്ച് ഡിഫറെൻറ്റ് ലുക്ക് ഉണ്ടാവും. അത് മാത്രമല്ല
വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. 1 മിനിറ്റിൽ നമ്മുടെ ഐ മേക്കപ്പ് കഴിയും. അപ്പോൾ ഈ മൊത്തം മേക്കപ്പ് ചെയ്യാൻ ഹാർഡ്ലി 5 മിനിറ്റ് മാത്രം മതി കേട്ടോ. അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ആ പിങ്കും ഗ്രീനും കൂടി ബ്ലെൻഡായി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇത്ര രസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കളർ കണ്ടപ്പോൾ. പക്ഷെ ഞാൻ 5-6 തവണ ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു രസമുണ്ട് കാണാനായിട്ടെന്ന്. അത് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വെച്ചിട്ട് ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത്. നമുക്കിനി മസ്കാര ഇടാം. മസ്കാരയ്ക്ക് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മസ്കാര ഇടുന്നത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇതിലെ എല്ലാ പ്രോഡക്ട്സും ഇഷ്ടമുള്ളത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇന്നത് വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെച്ചിട്ട് ചെയ്തെടുക്കാം. മസ്കാര ഞാൻ മുകളിലും താഴെയും നല്ലൊരു കോട്ട് മസ്കാര ഇടുന്നുണ്ട്. ഇമ്മക്കുട്ടിയാണ് ഇടയ്ക്ക് ഓടി വന്നതാ. എന്നിട്ട് ഞാൻ ഐബ്രോയ്ക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കാര ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബ്രഷിൽ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാക്കിയുള്ളത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോസിലൊന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് പതുക്കെ, ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് കേട്ടോ. അതിനുശേഷം എല്ലാം ഒന്ന് ബ്ലെൻഡ് ആവാനായിട്ട് പഴയൊരു മസ്കാര വോണ്ട് എടുത്തിട്ട് അതിൽ മസ്കാര ഒന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും, എന്നാൽ അത് നല്ലപോലെ അങ്ങനെ ഇരിക്കും, സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി ഞാനൊരു കുട്ടി ഈസി ഹെയർ സ്റ്റൈൽ കാണിച്ചില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹെയർ സ്റ്റൈലാണ്. എന്നാലും ഞാനിത് ചെയ്ത സ്ഥിതിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുടി നന്നായി ചീകിയിടുകയാണ്. എന്നിട്ട് ഫ്രണ്ടിലത്തെ മുടി ഉണ്ടല്ലോ അത് ഞാൻ അങ്ങനെ വിടുകയാണ്. ഓക്കെ, ഫ്രണ്ടിലെ 2 സെക്ഷനിൽ കുറച്ച് മുടി അങ്ങനെ വിട്ടിട്ട് ബാക്കി ഉള്ള മുടിയിൽ നിന്ന് ബാക്കിൽ നിന്ന് മാത്രം കുറച്ച് മുടി ഫ്രണ്ടിലത്തെ മുടി കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിലേക്ക് ടിക് ടാക്ക് പിൻ വെച്ചിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ മുടി അങ്ങനെ വിട്ടോളൂ കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ടിൽ മുടി വെട്ടിയിട്ടുള്ളവർക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇനി വെട്ടിയിട്ടിട്ടില്ലെങ്കിലും നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് പോണിറ്റെയിൽ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നെറ്റി കയറിയിട്ടുള്ള ആൾക്കാർക്കും പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് കയറിയ നെറ്റിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടി കൂട്ടി പിടിച്ച് മുകളിലേക്ക് ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ മുടി ഇതേപോലെ വിടുന്നത്. ഇനി ഫ്രണ്ടിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ടില്ലെങ്കിലും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പോണിറ്റെയിലിൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടിക്കെട്ടുക. ഇനി ഫ്രണ്ടിൽ എൻ്റെ പോലെ മുടി വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മുടി ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഭയങ്കര സിമ്പിൾ ലുക്കാണ്. എന്നാൽ നിങ്ങൾക്ക് കോളേജിലോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും, നല്ല രസമായിരിക്കും, അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എൻ്റെ ഹെയർ കട്ട് ചെയ്താന്ന് സംശയം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ റേസർ കട്ടാണ്, ഒരു ചെറിയ സെക്ഷൻ മാത്രം, ബാക്കിൽ യു കട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോപ്പ് മിന്ത്രയെന്നാണ്. അതെ, ടോപ്പ് മിന്ത്രയെന്നാണ്. പിന്നെ ജീൻസും മിന്ത്രയെന്നാണ്. ഞാൻ ഹോൾ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യണതായിരിക്കും. അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം അതിൽ പറയും. ഇയറിങ്സ് ഓർണ ബോക്സ് എന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലുള്ള ഓർണ ബോക്സ് എന്ന് കിട്ടിയതാണ്. അതിൻ്റെ ഓൾറെഡി ഞാൻ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെനിക്കൊരു ലഞ്ചിന് പോകുമ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സാണ്. എങ്ങനെയുണ്ടെന്ന് പറയൂ കേട്ടോ. ജീൻസും ടോപ്പും ഞാൻ ഈ അടുത്ത് മിന്ത്രയിൽ നിന്ന് മേടിച്ചു തന്നെയാണ്. നല്ല ഡിസ്കൗണ്ടിൽ കിട്ടി, പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഹോൾ വീഡിയോ. പിന്നെ കയ്യിലിട്ടിരിക്കുന്ന വള നമ്മുടെ സബ്സ്ക്രൈബർ ലിജിയ എന്ന് പറഞ്ഞൊരു കുട്ടി മീറ്റ് ആൻഡ് ഗ്രീറ്റിന് തന്നതാണ്. ചെരുപ്പ് മാക്സ് എന്ന് മേടിച്ചതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.